എമറമിന് കുഞ്ഞിന് കിട്ടിയപ്പോൾ അന്യായ മാറ്റം മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പെട്ടെന്ന് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം. സമ്മർ സീരീസ് എന്ന് പറഞ്ഞിട്ട് പ്രീമിയർ ലീഗ് ക്ലബ്സ് മാത്രം കളിക്കുന്നതാണ്. ഇതൊരു രണ്ടാമത്തെ കളിയാണ്. ഇതിന് മുന്നേ ചെൽസി ആയിരുന്നു ചാമ്പ്യൻസ്. അന്ന് 6 ടീം ഉണ്ടായിരുന്നു. ഇതിൽ 4 ടീമാണ് ഉള്ളത്. ഈ കൊല്ലത്തെ സീരീസിൽ 3 മാച്ചാണ് ഉണ്ടാവുക. ഈ 3 മാച്ചിൽ ജയിച്ചിട്ട് ടേബിൾ ആര് നിൽക്കും, പോയിന്റ് സ്കോർ ഒക്കെ നോക്കിയിട്ട് ടേബിളിൽ ആര് ഫസ്റ്റ് നിൽക്കും, അവർ ഈ സീരീസ് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ, സിമ്പിൾ സംഭവം. ആകെ 4 ടീമുള്ളൂ. അതിൽ ആരൊക്കെ? എവർട്ടൺ ഉണ്ട്, ബോർമൗത്ത് ഉണ്ട്, പിന്നെ വെസ്റ്റ് ഹാം, പിന്നെ യുണൈറ്റഡ്. ഇതിൽ യുണൈറ്റഡിൻ്റെ കളിയായിരുന്നു ഞാൻ പ്രോപ്പറായിട്ട് കറക്റ്റ് കണ്ടത്. മറ്റേത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മറ്റേത് എവർട്ടനെ അണ്ണാക്കിലിട്ട് ഉറക്കുന്നത് ഒന്ന് 3-0 അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ബഹുമത്താണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ യുണൈറ്റഡിൻ്റെ കളി, നമുക്ക് യുണൈറ്റഡിൻ്റെ കളിയിലേക്ക് വരാം. ഈ ഒരു കളി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു പെനാൽറ്റി കിട്ടുകയാണ്. അവർ കൂളായിട്ട് കൊളച്ച്. അത് ഗോളിൻ്റെ ചെറിയൊരു മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നിയത്. സംഭവം ഗോളിൻ്റെ അടുത്ത് സംഭവം ബോൾ മിസ്സായിപ്പോയി. അതിൽ കോരി എടുത്തതാണ്, മറ്റൊരു കാലായിപ്പോയി ബോളിന് പകരം. ഉന്നം വെച്ച് കോരിമാരിണ്ട്, കോഴി വെറുപ്പിക്കുന്നുണ്ട്. അപ്പം അതിനോണ്ട് അങ്ങനെ സുഖമായിട്ട് പെനാൽറ്റി കിട്ടിയത് വലിയ ആവശ്യമൊന്നും വന്നില്ല. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് പെനാൽറ്റി എന്നുള്ളത്. സുഖമായിട്ട് സ്കോർ ചെയ്ത്, അത് 3-ാമത്തെ മിനിറ്റിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഗോളൊന്നും കണ്ടില്ല. പക്ഷെ നല്ല കിടിലൻ കളികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 37-ാം മിനിറ്റിൽ ഒരു കിടിലൻ കളി ഉണ്ടായിരുന്നു, ഒരു കിടിലൻ ഗോൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓഫ് സൈഡാണ്, നോ ഗോളായി മാറി. പക്ഷേ എമ്മയുടെ അടിച്ച ഗോളായിരുന്നു. ഭയങ്കര കിടിലൻ, ഉഗാട്ടൻ്റെ ഒരു കിടിലൻ സംഭവം ഉണ്ടായിരുന്നു. ഉഗാട്ടും എമ്മാടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിടിലൻ ഒരു കണക്ഷൻ വെച്ചിട്ട് ഒരു കിടിലൻ സംഭവം ഉണ്ടായിരുന്നു. ഇവരെ പല അറ്റാക്കിങ്ങും യുണൈറ്റഡിന് നല്ല രസം ഉണ്ടായിരുന്നു കാണാം കേട്ടോ. പിന്നെ കുഞ്ഞിയുടെ കളി, കുഞ്ഞ് നല്ല രസമുണ്ട്. പിന്നെ കുറേ ഭാഗത്ത് കിടിലൻ കളികളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയോ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവരെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഒരു കളി അടിപൊളി കളിച്ചാൽ അടുത്ത കളി അടിപൊളിയാവുന്ന ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ്. ആ ഒരു നല്ലൊരു കളി എപ്പോഴും കളിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും യുണൈറ്റഡ് ഫാൻസിന് നല്ല സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ കളി നല്ല രസമുണ്ടായിരുന്നു. 65 മിനിറ്റ്സ് വരെ ഇവർ സബ് മാറ്റുന്നവരെ നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു കളി, അതുവരെ ഭയങ്കര അഗ്രസീവായിട്ടും അന്യായ പ്രസ്സൊക്കെ ആയിരുന്നു യുണൈറ്റഡ് നമ്മൾ കണ്ടത്. അറ്റാക്കിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എമറമിനോട് ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ എമറമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരപ്പോഴേ പറയുന്നുണ്ട് ഉള്ള ആൾക്കാരൊക്കെ മാറ്റൂ. അങ്ങനെ 10 ആൾക്കാരെയാണ് 65 മിനിറ്റിന് ശേഷം മാറ്റിക്കഴിഞ്ഞ് ഗോളിനും കൂടി മാറ്റണം എന്നുള്ളത്. പക്ഷേ ഗോളിനെ മാറ്റാൻ നന്നായിട്ടോ, കാരണം അടിപൊളി സേവ്, അടിപൊളി നല്ല കിടിലൻ സേവ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ ടീമിൽ ബോവൻ്റെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു. 2-1 അതിൽ ആ ഒരു ഗോൾ അടിച്ചത് അടിപൊളി സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടേ, ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ 49-ാം മിനിറ്റിലെ ഗോള്, അത് ഗോളി അങ്ങോട്ട് കൊടുത്ത മാതിരി ഉണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് പോകുമ്പോൾ അങ്ങനെ തോന്നുക. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് അന്യായ പ്രസ് നടത്തുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് ഡിഫൻഡേഴ്സ് ഗോളിക്ക് കൊടുക്കാത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ വെസ്റ്റ് ഹാം അറ്റാക്കൊക്കെ ചെയ്തിട്ട് കിട്ടും, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റുന്നില്ലായിരുന്നു. പിന്നെ 65 മിനിറ്റ്സിൽ 10 ആൾക്കാരെ മാറ്റിയില്ല, കംപ്ലീറ്റ് 10 ആൾക്കാരെ യുണൈറ്റഡ് മാറ്റി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഹോൾഡ് ചെയ്തിട്ടുള്ള കളിയായിരുന്നു. പിന്നെ അത്ര ഒരു ഭംഗിയില്ല, കളി കാണാൻ അങ്ങനെ ഭംഗിയൊന്നുമില്ല. ഫസ്റ്റത്തെ ആ ഒരു ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. കുഞ്ഞിൻ്റെ ഒക്കെ കിടിലൻ കളി ഉണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് അടിച്ച ഗോളാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. കുറേ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ഓഫ് സൈഡിൽ വന്ന ആ ഗോളാണ് പോലും അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പിന്നൊരു ഇതൊന്നുമില്ല. പിന്നൊരു ഭയങ്കര ഹോൾഡ് ചെയ്തിട്ട് ഭയങ്കര നൈസായിട്ടുള്ളൊരു കളിയായിരുന്നു. പക്ഷെ അതും അവർ വൃത്തിക്ക് കളിച്ചിട്ടുണ്ട്, മാക്സിമം ട്രൈ ചെയ്തു. പിന്നെ മറ്റൊരു 3-0 ജയിച്ചതായതുകൊണ്ട് ടേബിളിൽ ബോർമൗത്ത് മുന്നിൽ കിടക്കുന്നുണ്ട്, യുണൈറ്റഡ് സെക്കൻഡായി കിടക്കുന്നുണ്ട്. ഗൈസ്, യുണൈറ്റഡ് തിരിച്ചു വരുമോ?